ഐ ആസ്ക് പെർമിഷൻ. പുറകിൽ നിന്ന് ഹലോ ബ്രദർ എന്ന് പറയുന്ന വിളി. ഞാൻ ഹായ് ഈശ്വരപ്പെട്ട്. ഒന്നാമതെ ഞാനാണെങ്കിൽ ഇൻട്രോവേർട്ടാണ്. ഇതുപോലെ പെർമിഷൻ ഒക്കെ ചോദിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒരു 10 വട്ടം ആലോചിക്കും. 1 മണിക്കൂർ നിന്നിട്ട് 10 വട്ടം ആലോചിക്കും. നോർമൽ ജാക്ക് ഡാനിയൽ 199. ഇതിന് ഇമ്പീരിയൽ ബ്ലൂ ഗ്രീൻ ലേബൽ 21 ദറംസ്. 21 ദറംസ് എന്ന് പറയുന്നത് നാട്ടിലത്തെ ഏകദേശം 400-420. നമ്മൾ ദുബായ് വരെ പോവാണ്. ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുപ്പി നോക്കണം, പറ്റുവാണെങ്കിൽ കുപ്പി വാങ്ങാൻ പറ്റുമോന്ന്. നാട്ടിൽ പോലെ അപ്പോൾ അതിന് വേണ്ടി. പക്ഷെ അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കുമെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര വെയിലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് റൂമിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ. നടന്ന് ബസ്സല്ല പോകുന്നത്. ഇതുപോലത്തെ ഒരുപാട് പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഒരുപാട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ എല്ലാവരുടെയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ പെയ്ഡ് പാർക്കിംഗ് ഒക്കെയാണ് കൂടുതലുള്ളത്. മാസം 350 ദറംസ്, 300, 400 അങ്ങനെയൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 8,000 രൂപ 10,000 രൂപ ചിലവുണ്ട്. പെട്രോൾ അടി മാത്രം പോരാ. ഇവിടെ പെട്രോളിൻ്റെ വില കുറവാണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിന് നല്ല വിലയുണ്ട്. നമുക്കാണെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സംഭവമുണ്ട്. അതെ, നിൽക്കുമ്പോൾ ഇവിടെ ലൈറ്റ് വെക്കും. എന്നിട്ട് ആ ചുമല മാറി പച്ച കളറാവും. ബസ് കിട്ടി ഗൈസ്. ഒരു 5 മിനിറ്റ് നടന്നുള്ളൂ. 5 മിനിറ്റ് എന്തോ നടന്നുള്ളൂ. പക്ഷേ ഇതുപോലെ കണ്ട മൊത്തം വിയർത്ത് കുളിച്ച് നാശമായി. നമ്മളങ്ങനെ ഇറങ്ങി ഗൈസ്. ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമുക്ക് ആ കട തപ്പി പിടിക്കണം. അതെവിടാണ്. വേറൊരു കാര്യം കാണിച്ചുതരാം. നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. ഈ നേരെ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് എമിറേറ്റ്സ് ഗ്രൂപ്പിൻ്റെ ഹെഡ് ഓഫീസ്. കാണാമോ നിങ്ങൾക്ക്? പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്കാണ് എയർപോർട്ട് വരുന്നത്. ഗ്രീൻ ഹൗസ് കിട്ടി ഗൈസ്. ഈ കാണുന്നതാണ് ഗ്രീൻ ഹൗസ്. അപ്പം എനിക്ക് അവിടെ കയറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമേ കുപ്പി കിട്ടുന്ന കടയിലൊന്ന് കയറാമെന്ന്. അത് ഈ എമിറേറ്റ്സ് ഓഫീസ് ഇരിക്കുന്ന ആ ബിൽഡിങ്ങിൽ ആണ്. അപ്പം അത് തപ്പി നടക്കുകയാണ്. നമ്മൾ ഇതിനകത്തെത്തി. ഐ ആസ്ക് പെർമിഷൻ. ഇത് മാലിബു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. 120 ദറംസാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് പിന്നെ കൊറിയക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കൊറിയൻ വീഡിയോസിലൊക്കെ 2 വിരലൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിയിട്ട് എടുക്കുന്നത്. തക്കീല 68. മോർഫസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം. NS 25% ഓഫുണ്ട്. NS ഒക്കെ. റോയൽ ഗ്രീന് ഇമ്പീരിയൽ ബ്ലൂ ഗ്രീൻ ലേബൽ 21 ദറംസ്. 21 ദറംസ് എന്ന് പറയുന്നത് നാട്ടിലത്തെ ഏകദേശം 400-420 വരും. ബ്ലാക്ക് ഡോഗ് 110 ദറംസ്. സിഗ്നേച്ചർ 32, ഏകദേശം 600 സംതിങ് വരും.
പല പല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ, വൈന്, ഇതൊക്കെ ഷാംപെയിന്, അങ്ങനത്തെ ഒക്കെ. ബിയർ സെക്ഷനുണ്ട്, കിങ് ഫിഷർ. ഇവിടെ കൂടുതലും ഇങ്ങനത്തെ ക്യാൻ ടൈപ്പാണ് വരുന്നത്. ബോട്ടിലും ഉണ്ട്, ക്യാൻ ടൈപ്പും ഉണ്ട്. ഇതിൻ്റെ വില ഫുള്ളാന്ന് തോന്നുന്നു 93. ബ്ലാക്ക് ലേബിൾ 189. ഫാർബോൾസ് ഉണ്ട് 101. ജിം ബീം 137. ജാക്ക് ഡാനിയൽസ് ആപ്പിൾ ഫ്ലേവർ 199. ജാക്ക് ഡാനിയൽ ജെന്നസി ഫയർ 100. നോർമൽ ജാക്ക് ഡാനിയൽ 199. വാലന്റൈൻസ് 99. കഴിഞ്ഞു ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങി ഒന്നും വാങ്ങിയില്ല. ഞാൻ ആക്ച്വലി തക്കാമക്ക നോക്കിയാണ് വന്നത്. തക്കാമക്ക ഇവിടെ ഇല്ല. ആഫ്രിക്കൻ ഈസ്റ്റ് ആണെന്ന് പറഞ്ഞുള്ള ഒരു ലിക്കർ ഷോപ്പുണ്ട്, അവിടെ കിട്ടത്തുള്ളൂ. ഇത് ഈ കടയുടെ പേര് MMV. ഇത് ദേറ സിറ്റി സെൻറ്റർ, അതാണ്, ദേറയാണ്. ഇത് എമിറേറ്റ്സ് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ആ കമ്പനിയുടെ ഓഫീസിൻ്റെ സെയിം ബിൽഡിങ്ങിൽ തന്നെ. നമുക്കിനി ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഗ്രീൻ ഹൗസിലോട്ട് പോകാം. ആക്ച്വലി ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് അവരോട് പെർമിഷൻ ചോദിച്ചു, വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോസിബിൾ ആണോ എന്ന് ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചു. സ്റ്റാഫ് വന്ന് പറഞ്ഞു കുഴപ്പമില്ല, ഷൂട്ട് ചെയ്തോ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഷൂട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഷൂട്ട് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് പുറകിൽ നിന്ന് ഹലോ ബ്രദർ എന്ന് പറഞ്ഞൊരു വിളി. ഞാൻ ഈശ്വരപ്പെട്ട്. ഒന്നാമതെ ഞാനാണെങ്കിൽ ഇൻട്രോവേർട്ടാണ്. ഇതുപോലെ പെർമിഷനൊക്കെ ചോദിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒരു 10 വട്ടം ആലോചിക്കും. 1 മണിക്കൂർ നിന്നിട്ട് 10 വട്ടം ആലോചിക്കും. മനസ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവരോട് ഞാൻ ചോദിച്ച് പെർമിഷൻ കിട്ടി പോയി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഒരു ആഫ്രിക്കക്കാരൻ സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ ബ്രദർ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയാൻ അലോഡല്ല വീഡിയോ എടുക്കാൻ. ഞാൻ പറഞ്ഞ ഓതറൈസ്ഡ് പീപ്പിൾസിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിനെ പറ്റി എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അല്ല എന്നോടാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ ആ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിച്ചില്ല, ഞാൻ ആ ഷോപ്പിൻ്റെ സ്റ്റാഫിനോട് ഞാനാണെങ്കിൽ കാര്യം ചോദിച്ചു. അവരെടുത്തോളാനും പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആ ഒരു ബലത്തിൽ ഞാൻ പോയി എടുത്തു. ഇവൻ വന്ന് പറഞ്ഞ്, പക്ഷേ ആ സ്റ്റാഫ് എനിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ആയിട്ട് സംസാരിച്ചു കേട്ടോ. ഇപ്പം വന്ന് പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല, ഞാൻ അവനെ വിളിച്ചുകൊണ്ട് സ്റ്റാഫിൻ്റെ ഒക്കെ പോയി. ഇന്ന സ്റ്റാഫാണ് എന്നോട് എനിക്ക് പെർമിഷൻ തന്നത് എന്ന് പറഞ്ഞ് സ്റ്റാഫിൻ്റെ അടുക്കെ പോയി. സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി അലോ ചെയ്യുന്നില്ല. സ്റ്റാഫ് പറഞ്ഞു എന്താ കുഴപ്പം, എടുത്തോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരുടെ മുഖം അതിനകത്ത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ബ്ലർ ചെയ്താൽ പോരെ. ഞാൻ ആൾക്കാരുടെ മുഖമൊന്നും എടുത്തില്ല, ഞാൻ എടുത്താൽ തന്നെ ഞാൻ ബ്ലർ ചെയ്താൽ പോരെ. സ്റ്റാഫും പറയുന്നുണ്ട് ബ്ലോഗ് അല്ലേ. അപ്പം സെക്യൂരിറ്റി പറയുന്നത് ആൾക്കാരുടെ മുഖം എടുക്കാനൊക്കത്തില്ല എന്നുള്ള ഇത്. അപ്പം അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞു മുഖം ഓൾറെഡി ഒരു ആൾക്കാരുടെ മുഖം നമ്മളങ്ങനെ ഫോക്കസ് ചെയ്തെടുക്കുമല്ലോ. ക്യാമറ ഇങ്ങനെ തിരിക്കുമ്പോൾ ആൾക്കാരെ കിട്ടത്തില്ല അതിനകത്ത്. അപ്പം സെക്യൂരിറ്റി പിന്നെ ആൾക്കാരെ എടുക്കാനൊക്കത്തില്ല പറഞ്ഞ് ബ്ലോഗിങ് ചെയ്യുന്ന ടൈമിൽ അതിനകത്ത് ആൾക്കാർ വരത്തില്ലേ, സ്വാഭാവികമല്ലേ. ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു ഞാൻ മുഖം ബ്ലർ ചെയ്താൽ പോരെ. അപ്പോൾ ആ സ്റ്റാഫും പറഞ്ഞ് മുഖം ബ്ലർ ചെയ്താൽ പോരല്ലേ, തീരുന്നില്ലേ പ്രശ്നം. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ആ കടയുടെ സ്റ്റാഫ് എനിക്ക് പെർമിഷൻ തന്നെടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മുഖമൊന്നും എടുക്കേണ്ട കാര്യമില്ല, എനിക്ക് കുപ്പിയുടെ മാത്രം ഇത് കിട്ടിയാൽ മതി എന്ന് പറയാം. അങ്ങനെ എന്തായാലും ഫുട്ടേജ് എടുത്തിട്ടുണ്ട് ഞാൻ. വേറെ ഒരു കടയുണ്ട്, ആഫ്രിക്കൻ ഈസ്റ്റേൺ ലിക്കർ ഷോപ്പ്, അവിടെ തക്കാമൊക്കെ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഗ്രീൻ ഹൗസിലൂടെ കയറിയിട്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്.
ചായ കുടിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ഇത്രയും ചൂടത്ത് ഒരു ചൂട് ചായ കുടിക്കാൻ ഒരു പ്രത്യേക സുഖം എന്താണെന്നറിയത്തില്ല. നമ്മളൊരു ടീഷർട്ട് എടുക്കാൻ വേണ്ടി വന്ന പോക്കറ്റുള്ള, ഇതിനകത്ത് ഒന്നും പോക്കറ്റില്ല. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. റൂമിലെത്തി, കുളിച്ച്, ഭയങ്കര വെയിലും ചൂടുമൊക്കെ ആയിരുന്നു. വിയർത്ത് നടന്ന് വിയർത്ത് ഉപ്പാടിളക്കി. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. തക്കമൊക്കെ കിട്ടി. ഇത് ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് കാണിച്ചുണ്ടല്ലോ, ആ ഷോപ്പിൽ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഷോപ്പിൽ പോയി. അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നാളെ ഞായറാഴ്ചയും കൂടാണ്. അപ്പം വീക്കെൻഡും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു, ബസ്സിനുള്ള ടൈമും ആയിരുന്നു. അങ്ങനെ ജസ്റ്റ് കയറി അവിടെ നിന്ന് മേടിച്ചു. ആകെ ഒറ്റ പീസേ ഉള്ളായിരുന്നു. അങ്ങനെ അതവിടെ നിന്ന് എടുത്തു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്. ബൈ ബൈ.